അപ്പോൾ ഈ 23-ാം തീയതി നടക്കുന്ന പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 100 ദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്ന് 31 പദ്ധതികളാണ് നമ്മൾ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ നടത്തുന്ന പരിപാടിയിൽ പല വകുപ്പുകളുടെ ഏകോപനങ്ങൾ പലപ്പോഴും നടത്തുന്നതിൽ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പം ആസൂത്രണം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ വകുപ്പുകളുടെയും പിന്തുണയും അതുപോലെ തന്നെ ഏകോപനം ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഏകദേശം 16,000-ഓളം ഗുണഭോക്താക്കൾക്ക് ഏറ്റവും അടിയന്തരമായിട്ട് സഹായം കിട്ടുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. മാത്രമല്ല കാലാനുസൃതമായിട്ടുള്ള മാറ്റം നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി, പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഒരു സർക്കാരാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വകുപ്പിന്റെ കീഴിലുള്ള കോർപ്പറേഷൻ വഴി പ്രിയദർശിനി എന്നുള്ള പേരിൽ തന്നെ ഒരു പലിശരഹിത വായ്പ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മൈക്രോ ലെവൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. ഒരുപാട് വനിതകൾക്ക്, കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് വനിതകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പദ്ധതികളൊക്കെ നമുക്ക് 100 ദിനത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അതെന്താന്ന് വെച്ചാൽ സമയബന്ധിതമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അന്ന് ചെയ്യുന്നത് ഈ റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങാനും അവർക്കത് കുറച്ചുകൂടി അവരുടെ എക്സ്പീരിയൻസും അവരുടെ കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും അവർക്കും ഇതുപോലെ ജീവൻധാര എന്നുള്ള പേരിൽ നമ്മളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു വാർത്താ പത്രിക, ദിശ എന്ന് പേരിട്ടിട്ടുള്ളൊരു വാർത്താ പത്രിക, അതിന്റെ പ്രകാശന കർമ്മം ഈ പരിപാടിയിൽ വെച്ചിട്ട് തന്നെ നിർവഹിക്കുന്നതായിരിക്കും. അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പല കോണുകളിൽ ഇന്ന് സാധാരണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഇതിന്റെ 1-ാം ഘട്ട പരിപാടിയാണ് ഇപ്പം എറണാകുളത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. നമ്മൾ 100 ദിന കർമ്മ പരിപാടിയിൽ 200 കോടിയുടെ 200 കോടി രൂപയുടെ വായ്പാ വിതരണമാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം ഈ പരിപാടി നടക്കുന്ന ദിവസം തന്നെ അതിൽ 4/1, അതായത് 50 കോടി നമുക്ക് 100 കോടിയോളം രൂപ വരുന്ന വായ്പാ വിതരണം നമുക്ക് അന്നത്തെ ദിവസം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ 2-ാം ഘട്ടം നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ പാലക്കാട് വെച്ച് നടക്കും. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് കൂടുതൽ താഴെ തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്.